എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ യാത്ര അതിപുരാതനമായ ഒരു വില്ലേജ് കാണാനാണ്. ട്രഡീഷണൽ വില്ലേജ്, 300 വർഷം പഴക്കമുള്ള ഒരു വില്ലേജ്. മസ്കറ്റിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്ത് സൗത്ത് അൽ ബത്തീനയിലെ വാദി എൽ മാവിൽ വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹജ്രത്ത് അൽ ഷെയ്ഖ് വില്ലേജ് 300 വർഷം പഴക്കമുള്ള ഒരു ട്രഡീഷണൽ വില്ലേജാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. 300 വർഷം പഴക്കമുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വില്ലേജാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു 95% ഭാഗവും തകർന്നിരിക്കുകയാണ്. പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 300 വർഷത്തെ പഴക്കം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമല്ലേ. ഇത്രയും കാലം അത് ഇങ്ങനെ ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവമാണ്, കാണുക എന്നതാണ്. ഇതിൻ്റെ റിനോവേഷൻ പ്രവൃത്തികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോട്ടയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വില്ലേജ് 4 ഭാഗവും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ എല്ലാം തകർന്നു, എന്നാലും അതിൻ്റെ ശേഷിപ്പുകളൊക്കെ അവിടെയുണ്ട്. ഒരു വീടിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. അന്നും ഇത്ര മനോഹരമായി അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ. നല്ല പച്ചപ്പുകളുള്ള ഒരു വില്ലേജാണ്, കൃഷിസ്ഥലങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ചുറ്റുമതിലുകളാൽ നിർമ്മിക്കപ്പെട്ട ഈ വില്ലേജിൽ 2 കവാടങ്ങളാണുള്ളത്. അത് ഒരുപാട് നശിച്ചു പോയി, എന്നാലും അവരവിടെ അതിൻ്റെ ശേഷിപ്പുകളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണാം, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഒരു കോട്ടയുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. പഴയ രാജാക്കന്മാർ, നമ്മുടെ നാട്ടിൽ രാജാക്കന്മാരെല്ലാം ഭരിച്ച മാതിരി തന്നെ ഭരിച്ച ഒരു സ്ഥലമാണ്. പീരങ്കികളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്.
ഈ വില്ലേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഈ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മോസ്ക് ഉണ്ട്, പള്ളി. അതാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതുവഴിയാണ് ഉള്ളിലോട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ഡോറ് കാണാം. ചെറിയ തന്നെ ഒരു വാതിലുണ്ട്, നമ്മളെന്താ പറയുക, കിളിവാതില. ഞാൻ അതുവഴിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നത്. മറ്റേ തുറന്നിട്ടുണ്ട്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്, അങ്ങോട്ട് തള്ളാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മണ്ണിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഉള്ളോട്ട് പോകുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഇതുപോലത്തെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ച് നമ്മുടെ കടലിലൊക്കെ കിട്ടില്ലേ, അതേപോലത്തെ കല്ലുകളാണ്. അതിങ്ങനെ വെച്ചിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ചിട്ട്. ഇത്രയും കാലം ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടായത് സമ്മതിക്കണം. ഇവിടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഇത് ഇതേപോലെ ഇങ്ങ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ പോലെ മഴയൊക്കെ ഉണ്ടെങ്കിൽ പണ്ടേ ഇത് തകർന്നു പോയിട്ടുണ്ടാവും അല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ വീടുകളിലൊക്കെ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക. അവർക്കിതൊക്കെ വലിയൊരു ഇതായിരിക്കും അല്ലേ. നമ്മുടെ ഇപ്പോഴൊക്കെ വലിയ വീടുകൾ, പഴയ വലിയ വീടുകളായിരിക്കും ഇതൊക്കെ അല്ലേ. പക്ഷെ എല്ലാം തകർന്നു പോയി. ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ മണ്ണിൻ്റെ ഒരു വീട്ടിൽ താമസിക്കാൻ? കുറച്ച് മുന്നോട്ട് കൂടി പോയപ്പോഴാണ് കണ്ടത്, അവിടെ നിങ്ങൾക്ക് കാണാം, ഈ മണ്ണിലും അവരൊരു കൊത്തുപണി പോലെ ചെയ്തിട്ട് കണ്ടോ, നമ്മുടെ ചാരുപടിയൊക്കെ പോലെ പഴയ വീടുകളിലെ. എത്ര ഭംഗിയായിട്ട് ആർച്ചിലൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് ഒന്നുമില്ല, ആ കല്ലിനെ കൊണ്ട് മാത്രം അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മണ്ണ് വെച്ചിട്ടാണ് അത് ചെയ്തത്. അൺബിലീവബിൾ എന്ന് തന്നെ പറയാം അല്ലേ. ഉൾഭാഗത്ത് ഷെൽഫുകൾ, അങ്ങനെ പല സാധനങ്ങളും. ഡോറാണോ അറിയില്ല, ഷെൽഫാണോന്ന് അറിയില്ല.
ആർച്ച് രൂപത്തിലൊക്കെ ചെയ്തിട്ടേ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടല്ലോ അത്. ഇപ്പോഴും ഒരു 15ഓളം പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. പഴയ വീടുകളുടെ മോൾ ഭാഗത്താണ് താമസിക്കുന്നത്. താഴ്ഭാഗത്ത് ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഓഫീസുകളും അങ്ങനെ കാര്യങ്ങളായി പ്രവർത്തിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 2ാം ഭാഗമായി ഉടൻ വരുന്നതായിരിക്കും. ഈ വില്ലേജിലെ കൃഷിസ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഒരു അതിമനോഹരമായ സ്ഥലമാണ്. ഒരു വാക്ക് വേ, 1.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു വാക്ക് വേ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം. സെക്കൻഡ് പാർട്ടായി ഉടനടി വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.